നമസ്കാരം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും ഒക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങുകയാണ് കേരളം. ഇടത് വലത് കക്ഷികൾ മാത്രമല്ല, BJP നേതൃത്വം കൊടുക്കുന്ന NDAയും ഇക്കുറി മത്സര രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ചൂട് വാസ്തവത്തിൽ ആരംഭിച്ചത് ഇന്നലെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേർക്ക് നേർ ഏറ്റുമുട്ടിക്കൊണ്ടാണ് പോരാട്ടം തുടങ്ങിയത്. സതീശിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം സതീശൻ എത്ര അഗ്രസീവായി CPMനെ നേരിടുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് ഇന്നലെ പിണറായി സതീശിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. ചെറ്റത്തരം എന്ന വാക്ക് അത്ര മോശമാണെന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ച് ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ രംഗപ്രവേശം. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തി. ഗണേഷ് കുമാറിൻ്റെ വിഷയം കുടുംബ പ്രശ്നമായിരുന്നെന്നും അതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്നും നാട് നീളെ നടന്ന് വ്യഭിചാരം ചെയ്തിട്ട് അതിന് ഓശാന പാടാൻ നാണമില്ലേ എന്ന് ചോദിച്ച് സതീശിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പിണറായി രംഗത്ത് വന്നത്. ഈ അവൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുടെ ഭാര്യയായിരുന്നു ഇത്. ഭാര്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത്. അവന്റെ ഭാര്യ അത്തരം ഒരു സംഭവത്തിന്റെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു? നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? എന്തൊരു സംഘമായിട്ടാണിത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അതുപോലെയല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? എന്താ ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയണം. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം. ഉരുളയ്ക്കുപ്പേരി പോലെ സതീശനും തിരിച്ചടിച്ചു. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും. കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ 2 കൊല്ലം MLAക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ എടുത്ത നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചൂട് ശരിക്കും അനുഭവിച്ചു തുടങ്ങി. പബ്ലിക് റിലേഷൻ ഗിമ്മിക്സുകൾ വഴി, പെയ്ഡ് ഇന്റർവ്യൂകൾ വഴി തന്റെ മുഖം മിനുക്കാനുള്ള പിണറായിയുടെ ശ്രമമെല്ലാം ചീറ്റിപ്പോയപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് പിണറായി പഴയതുപോലെ അഗ്രസീവായി അടിക്കടി എന്ന നിലയിലേക്ക് മാറുകയാണ്. സൗമ്യമുഖവും പുഞ്ചിരിക്കുന്ന മുഖവും കേറുവാട മക്കളെ എന്ന ഭാവവുമൊക്കെ തനിക്ക് ചേരില്ല എന്ന് തിരിച്ചറിഞ്ഞ് പിണറായി അടികലശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീട്ടിൽ പോയി ചോദിക്കേ എന്ന ചോദ്യത്തോടെ മുഖം നഷ്ടപ്പെട്ടതോടെ ഇനി എന്നാ പിന്നെ അവിടെ തന്നെ നിന്ന് യുദ്ധം തുടരാം എന്ന് പിണറായി തീരുമാനിക്കുകയായിരുന്നു. ഈ ആവേശത്തിൽ പിണറായി വിജയൻ അറിയാതെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ വലിച്ചിട്ടത് വിനയായി മാറി. രാഹുൽ മാങ്കൂട്ടം നാട് നീളം നടന്ന് വ്യഭിചാരം ചെയ്തെന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്നുമൊക്കെയുള്ള ആരോപണം കയറിപ്പിടിച്ച് മാങ്കൂട്ടവും രംഗത്തെത്തി. പിണറായിയുടെ ഇരട്ടത്താപ്പിന് ചോദ്യം ചെയ്തുകൊണ്ട് കട്ടക്കലിപ്പിലാണ് മാങ്കൂട്ടത്തിൽ രംഗപ്രവേശം ചെയ്തത്. ഗണേഷ് കുമാർ ഭാര്യയുള്ളപ്പോൾ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് ദുരുപയോഗിച്ചതിനെതിരെ പരാതിപ്പെട്ടതും ബഹളം വെച്ചതും ഗണേശിന്റെ ഭാര്യയാണ്. അതെങ്ങനെ കുടുംബ പ്രശ്നമാകും? അതും ഗൗരവമേറിയ വിഷയമല്ലേ എന്ന് ചോദിച്ച് പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചു: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലുമൊക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിൽ ഒരു കഥാപാത്രമാണ് താങ്കളെന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാക്കിയതാണ്. ഇന്നലെയും പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞു. പിണറായി
ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കയ്യിൽ വെള്ളം കുടിക്കാൻ ഒരു കപ്പുണ്ടായിരുന്നു. ആ കപ്പിൽ എഴുതി വെച്ചിരുന്ന ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം പിണറായിയുടെ PR കിങ്കരന്മാർ വേണ്ടതുപോലെ ഉപയോഗിച്ചിരുന്നു. ഇതേ വാചകമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇരയെന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ പിന്നീട് ബലാത്സംഗമേ അല്ല, സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് കോടതി കണ്ടെത്തിയ കേസിലെ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് കപ്പിൽ ചേർത്ത് വെച്ച് അതിന് ഫോട്ടോ എടുത്ത് പിണറായിയെ സ്തുതിക്കാനായിരുന്നു സൈബർ സഖാക്കൾ ശ്രമിച്ചത്. എന്നാൽ അങ്ങനെ ഒരു വാചകം ആ കപ്പിൽ ഉണ്ടായിരുന്നു എന്നത് താൻ അറിഞ്ഞേയില്ല, എന്താണ് ഈ പുകലെന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് പിണറായി തന്നെ തുറന്നു പറഞ്ഞു. എന്ന് വെച്ചാൽ PR ഏജന്റുമാർ ചില നാടകങ്ങൾ അവതരിപ്പിക്കുന്നു, അതിലറിയാതെ കഥാപാത്രമായി നിന്നു കൊടുക്കുന്നു. അന്ന് ആ കപ്പായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം കയറിവാട മക്കളെ എന്ന നാടകമായിരുന്നു. PR നാടകത്തിലെ വെറുമൊരു കഥാപാത്രം മാത്രമാണ് താനെന്ന് പിണറായി തുറന്ന് സമ്മതിച്ചതാണത്. ഇന്നലെയും പിണറായി അത് ആവർത്തിച്ചു. ഞങ്ങൾ അന്നും അവരോടൊപ്പമാണ്, ഇന്നും അവരോടൊപ്പമാണ്. കപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ കപ്പിന് ഞാൻ ആ കപ്പ് എടുത്തു പോയത് ഈ അവളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു മനസ്സിലായിക്കൊണ്ടല്ല. ഞാൻ ആ കപ്പിന് ഒരു വെള്ളം കുടിക്കുന്നു, അന്നേരം മാധ്യമപ്രവർത്തകരെ കപ്പിന്റെ ഫോട്ടോ കൊടുക്കുന്നു. അത് യാദൃശ്ചികമായി വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം അവളോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തിയെന്നല്ല, കപ്പന്റെ കയ്യിലെന്ന് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. വാസ്തവത്തിൽ ഈ കുറ്റസമ്മതം പിണറായിയുടെ വിശ്വാസ്യതയെ പിണറായി തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പിണറായി മനസ്സിലാക്കുന്നില്ല. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണമെന്ന മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ഇതേക്കുറിച്ച് പിണറായി വിജയൻ ഒന്നും മിണ്ടുന്നില്ല. PT കുഞ്ഞു മുഹമ്മദ് ചലച്ചിത്ര പ്രവർത്തിയോട് മോശമായി പെരുമാറിയതിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടിട്ട് മുക്കിവെച്ചു. ഒടുവിൽ അവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ മാത്രമാണ് കേസെടുത്തത്. അതുപോലെ തന്നെയായിരുന്നു മുകേഷിൻ്റെ പേരിലുള്ള പരാതിയും. എന്നിട്ട് മുകേഷിനെ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയാക്കി ആദരിച്ചു. എന്നിട്ടാണോ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് എന്നാണ് മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം. മാങ്കൂട്ടം പറയാത്ത മറ്റൊരു സംഭവം പത്തനംതിട്ട റാന്നിയിലുണ്ടായി. പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തിയെന്ന പരാതിയുണ്ട്. പോലീസ് കേസെടുത്തത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ്. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞേ. അതേ ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? അതായത് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിയായിരുന്നപ്പോൾ ആദ്യ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പുറത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലായിരുന്നു? കുടുംബ പ്രശ്നമാണെങ്കിൽ എന്നാണ് ചോദ്യം. ഇന്ന് അതേ ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചോ? എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്നത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞതുകൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. വലിയ ലൈംഗിക കുറ്റവാളി എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു എന്ന് നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തു വരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിന് ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെയും നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. ഇവിടെയാണ് പിണറായി സതീശനെ കുറ്റപ്പെടുത്തുമ്പോൾ അതല്ല യാഥാർത്ഥ്യമെന്ന് മാങ്കൂട്ടം തുറന്നു പറയുന്നത്. പറയാൻ സർക്കാരിന് നേട്ടങ്ങളില്ലാത്തത് കൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ബാക്കി ജനം തരും. ഭാര്യയുടെ നാഭിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട. പിണറായിയുടെ മകൾ വീണയെ വിവാഹം ചെയ്ത മുഹമ്മദ് റിയാസിൻ്റെ ആദ്യ ഭാര്യ തന്നെ നാഭിക്ക് ചവിട്ടി പരിക്കേൽപ്പിച്ചു എന്ന് പരാതിപ്പെട്ടതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ താക്കീത്. എന്നിട്ട് ഒടുവിൽ പറയുന്നു, ശ്രീ വിജയ ചുമ വിരട്ടാൻ നോക്കേണ്ട, ജയിലിലാക്കിയാൽ അല്ല കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല. വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ വെറുതെ വിടുന്നതാണ് പിണറായിക്കും കമ്മിക്കൂട്ടങ്ങൾക്കും നല്ലത്. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഇനമല്ല മാങ്കൂട്ടത്തിലിൻ്റെത്. നിങ്ങൾ എത്ര വെട്ടിവീഴ്ത്തിയാലും അയാൾ തളർന്നു പോവില്ല. അയാൾ സടകുടഞ്ഞെണീറ്റ് നിങ്ങൾക്കുമേൽ ആഞ്ഞടിക്കും. അതിനുള്ള വാക്ചാതുരിയും വൈഭവവും ദൈവം അയാൾക്ക് കൊടുത്തിട്ടുണ്ട്.